എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് രജിസ്ട്രേഷൻ ഉറപ്പാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരു അംഗൻവാടിയിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ സാഹചര്യത്തിലാണ് പോഷൻ ട്രാക്കറിനകത്ത് ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് വേറൊരു സെൻറ്ററിൽ നിന്നും ഒരു ഗുണഭോക്താവിനെ നമ്മുടെ സെൻറ്ററിലേക്ക് സ്വീകരിക്കുന്നത്. ഇതിന് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷനിലൂടെ പോയി കഴിയുമ്പോഴാണ് ഇത്തരത്തിലൊരു ഗുണഭോക്താവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ സെഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ടീച്ചർ ഇപ്രകാരം AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തിയ ഒരു ഗുണഭോക്താവിനെ സ്വീകരിച്ച് സക്സസ്ഫുൾ എന്ന് കണ്ടിട്ടും നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഈ ഗുണഭോക്താവ് കാണാനേ ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവും. ഉറപ്പായും ഈ സെഷൻ നിങ്ങൾക്ക് ഉപകരിക്കും. കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് AWC എന്ന മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തുന്ന സമയം നിലവിൽ ആ ഗുണഭോക്താവ് ഏത് ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ നമ്പർ ആദ്യം കൊടുക്കുന്ന സമയം ആ ഗുണഭോക്താവിന് OTP പോവും. ആ OTP സ്വീകരിക്കുക. ഒപ്പം ആധാർ വിവരങ്ങളും കൂടി രേഖപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ ലിസ്റ്റിൽ ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ സക്സസ്ഫുള്ളി മൈഗ്രേറ്റഡ് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഗുണഭോക്താക്കളുടെ പേര് കാണാം, അവരുടെ അമ്മയുടെ പേര്, വയസ്സ്, ജെൻഡർ, നിലവിൽ അങ്കണവാടി സെൻറ്റർ എന്നുള്ളതും കാണാം. ഈ കാണുന്ന അങ്കണവാടി സെൻറ്റർ എന്താണ്? നിങ്ങളുടെ സെൻറ്ററിലെ പേരായിരിക്കും. എന്നാൽ ആദ്യം തന്നെ ഗുണഭോക്താവ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഒപ്പം തന്നെ ആധാർ വിവരം കൊടുക്കുമ്പോൾ തന്നെ അവിടെ എന്ത് തെളിഞ്ഞു വരും? നിലവിൽ ഏത് സെൻറ്ററിലാണോ ഈ ഗുണഭോക്താവ് ഉള്ളത് ആ സെൻറ്ററിൻ്റെ പേര് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗുണഭോക്താവ് ഏത് സെൻറ്ററിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന് വരും, അല്ലെങ്കിൽ മൈഗ്രേറ്റ് എന്ന് വരും. വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് പറഞ്ഞാൽ അവിടെ ഓൾറെഡി അവർ മൊബൈൽ നമ്പർ വെരിഫൈ ആവാത്തത് കൊണ്ടാണ് രണ്ട് ഓപ്ഷൻ വരുന്നത്. എന്നാൽ വെരിഫൈ ചെയ്തിട്ടുള്ള മൊബൈൽ ആണെങ്കിൽ അവിടെ മൈഗ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ വരികയുള്ളൂ. മൈഗ്രേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ പ്രൊഫൈലിൽ ഈ കാര്യങ്ങളൊക്കെ വന്നു. സക്സസ്ഫുള്ളി മൈഗ്രേറ്റഡ് വന്നു. തൊട്ട് താഴെ അവിടെ തീയതിയും വന്നു. ഏത് തീയതിയിലാണ് ടീച്ചർ സക്സസ്ഫുള്ളായി മൈഗ്രേറ്റ് ചെയ്തെടുത്തത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ന ഡേറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വന്നു. ഉദാഹരണത്തിന് ഇവിടെ ബേബി സുഹൈന എന്ന് പറയുന്ന കുട്ടിയുടെ എല്ലാ വിവരങ്ങളും വന്നു. 8-ാം തീയതിയാണ് ആ കുട്ടിയെ ടീച്ചർ മൈഗ്രേറ്റ് ചെയ്തെടുത്തത്. നാളിതുവരെ ടീച്ചറുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഈ കുട്ടി കാണാനില്ല, വന്നിട്ടില്ല എന്നുള്ളതാണ് ടീച്ചർ പറയുന്നത്. ഉറപ്പായിട്ടും ഇങ്ങനെയൊരു സന്ദേശം സക്സസ്ഫുള്ളി മൈഗ്രേറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കയറിയിട്ടുണ്ടാവും. അതിലും ഒരു കണ്ടീഷൻ പറയുന്നത് പരമാവധി 24 മണിക്കൂറെങ്കിലും സമയമെടുക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ കുട്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. അത് നിങ്ങൾക്കും ഈ പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത് കൃത്യമായി മനസ്സിലാക്കി ആ കുട്ടിയെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള വഴിയാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിയുമ്പോൾ സാധാരണ നമ്മൾ 24 മണിക്കൂറിന് ശേഷം ഇനി പോകുന്നത് കുട്ടി 6-3 ആയതുകൊണ്ട് തന്നെ 6 മാസം ആയതുകൊണ്ട് തന്നെ 6-3 എന്ന കാറ്റഗറിയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇവിടെയൊന്നും ബേബി ഓഫ് സുഹൈന എന്ന് പറയുന്ന കുട്ടിയെ ടീച്ചർ പറയുന്ന പോലെ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാണുന്ന ലിസ്റ്റിന് മുകളിൽ സെർച്ച് ബാർ ഉണ്ടാവും. ഈ സെർച്ച് ബാർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സെർച്ച് ബാറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ആവും. അവിടെ നിങ്ങൾ കണ്ട അതേ പേര് ബേബി ഓഫ് സുഹൈന എന്ന് നിങ്ങൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് നോക്കുക. അത്തരത്തിൽ ബേബി ഓഫ് സുഹൈന എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫൈല് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. ആ വരുന്ന പ്രൊഫൈലിൽ ഇസ്രാ മറിയം എന്നാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്നില്ല ഈ കുട്ടിയാണ് ആ കുട്ടി എന്നുള്ളത് തിരിച്ചറിയണില്ല. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇസ്രാ മറിയം എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ബേബി ഓഫ് സുഹൈന എന്നുള്ള പേര് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താ കാണുക? ബേബി ഓഫ് സുഹൈന എന്ന് തന്നെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് താഴെ വരുന്ന സമയം നമ്മൾക്ക് കാണുന്ന പ്രൊഫൈലിൽ ഏതാണ്? ഇസ്രാ മറിയമായിരുന്നു ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തൊട്ട് താഴെ വരുന്ന സമയം നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കാണുന്ന അവിടെയാണ് ഇസ്രാ മറിയം ഉള്ളത്. ആയതുകൊണ്ട് മാത്രമാണ് ബെനിഫിഷ്യറി ലിസ്റ്റിൽ
ബേബി ഓഫ് സുഹൈന എന്ന പേരിന് പകരം ഇസ്രാ മറിയം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ആ കുട്ടിയെ AWC മൈഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ AWC മൈഗ്രേഷൻ ലിസ്റ്റിൽ ബേബി ഓഫ് സുഹൈന എന്നുള്ളതാണ് വന്നത്. ആ പേര് പ്രകാരം സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു, അതേ പേര് ഇവിടെ സെർച്ച് ബാറിൽ കൊടുത്തപ്പോൾ ഇത്തരത്തിലാണ് ഇസ്രാ മറിയം എന്നുള്ള പേരിൽ അറിയപ്പെട്ട കുട്ടിയാണ്. ഈ കുട്ടിയും ബേബി സുഹൈന എന്ന് പറയുന്ന കുട്ടിയും ഒന്ന് തന്നെയാണ്. ഈ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗത്ത് ടീച്ചർ ഇത്തരത്തിൽ ഇസ്രാ മറിയം എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ കുട്ടി ബെനിഫിഷ്യറി ലിസ്റ്റിൽ ആ പേരിൽ അറിയപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഈ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളത്? ടീച്ചർക്ക് ഒരുപാട് കുട്ടികൾ ഇതേ പേരിൽ ഉണ്ടാവാം. ബേബിയോ സുഹൈന ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ട് പെട്ടെന്ന് ടീച്ചർക്ക് തിരിച്ചറിയാൻ അവിടെ ഏതൊരു പേര് കൊടുത്താലും ആ പേരിലാണ് ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണാൻ കഴിയുക. അപ്പോൾ നിലവിൽ ടീച്ചർ ആദ്യം കുട്ടി ജനിച്ച ഉടനെ തന്നെ ബേബിയോ സുഹൈന എന്നുള്ളത് രേഖപ്പെടുത്തി 6-8 മുതലും അത് തന്നെയായിരുന്നു കണ്ടിന്യൂഷൻ വന്നതായിരിക്കും. അതിനുശേഷം ടീച്ചർ തിരിച്ചറിഞ്ഞു ആ കുട്ടിക്ക് പേര് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ആ കുട്ടിയെ താൽക്കാലികമായി ആ പേര് മാറ്റി ഇസ്രാ മറിയം എന്നുള്ളത് ഈ കാണുന്ന ഭാഗത്ത് നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കാണുന്ന ഭാഗത്ത് പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഇസ്രാ മറിയം എന്നുള്ളത് കൊടുത്തപ്പോഴാണ് ബെനിഫിഷ്യറി ലിസ്റ്റിലും ആയതും തെളിഞ്ഞു വന്നത്. ഏറ്റവും മുകളിൽ കൊടുത്ത ബേബിയോ സുഹൈന എന്ന് കാണുന്ന ഭാഗത്ത് എന്താ, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ബേബിയോ സുഹൈന മാറ്റി ബി ഓഫ് സുഹൈന എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. ഒന്ന് ലോഗൗട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേര് മാറും. എന്നാൽ കുട്ടിക്ക് ആധാർ ആയതിനു ശേഷം ആധാർ രാഗപ്രകാരമുള്ള ഡാറ്റയാണ് ഉപയോഗപ്പെടുത്തിയത്, അല്ലെങ്കിൽ അത് പ്രകാരമുള്ള പേരാണ് നമ്മൾ ഇത്തരത്തിൽ ആഡ് ചൈൽഡ് ആധാർ ഉപയോഗപ്പെടുത്തി മാറ്റിയതെങ്കിൽ ആ പേരിൽ മാത്രമേ കുട്ടി അറിയപ്പെടുകയുള്ളൂ. ആ പേരിലായിരിക്കും ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണുക എന്നുള്ളതും കൂടി കൃത്യമായിട്ട് അറിയുക. ഇപ്പം നിലവിൽ ആ കുട്ടിക്ക് ആധാർ കാർഡില്ല. അപ്പോൾ 2-3 പേരുകളിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ബേബിയോ സുഹൈന, ബിയോ സുഹൈന, ഇസ്രാ മറിയം. ഇതിൽ ടീച്ചർ ഏതാണോ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന കാണുന്ന ഭാഗത്ത് രേഖപ്പെടുത്തുന്നത് അതായിരിക്കും ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരിക. ഇത് ആധാർ ഇല്ലാത്ത കേസാണ്. എന്നാൽ ആധാർ ഉള്ള കേസിൽ നോക്കുക, ആധാർ പ്രകാരം കുട്ടിയുടെ ആധാർ പ്രകാരം ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ലിസ്റ്റ് ഉപയോഗപ്പെടുത്തി ടീച്ചർ കുട്ടിയുടെ ആധാർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയെ ബേബിയോ സുഹൈനാന്നോ ബിയോ സുഹൈനാന്നോ ഒന്നും അറിയപ്പെടില്ല, കാണാൻ സാധിക്കില്ല. ആ ആധാർ കാർഡിൽ ഇസ്രാ മറിയമാണോ അല്ലെങ്കിൽ മറിയം എന്നാണോ ഏതാണോ ആധാർ കാർഡിൽ അത് പ്രകാരം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഇസ്രാ മറിയം എന്നറിയപ്പെട്ടത്. ആയത് അറിയപ്പെടാൻ കാരണം ടീച്ചർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കാണുന്ന ഭാഗത്ത് ഇത്തരത്തിൽ കൊടുത്തത് കൊണ്ടാണ്. എന്നാൽ ഏറ്റവും മുകളിൽ കൊടുത്ത ബേബിയോ സുഹൈന എന്നുള്ളത് ടീച്ചർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗുണഭോക്താവിനെ വേറെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ നിലവിൽ ആ സെൻറ്ററിൽ ഏതാണോ പേരുണ്ടായിരുന്നത് അത് പ്രകാരം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. ഈ പേര് നമ്മൾക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ വഴി സ്വീകരിച്ചെടുത്തു കഴിഞ്ഞാൽ മൈഗ്രേറ്റഡ് സക്സസ്ഫുൾ എന്ന സന്ദേശം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാക്കുക ആ ഗുണഭോക്താവ് നിങ്ങളുടെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത്. കൃത്യമായി മനസ്സിലാക്കി ഒരു ഗുണഭോക്താവിനും ഒരു തരത്തിലുള്ള സേവനങ്ങളും മുടങ്ങിപ്പോകാതെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇത്തരം രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും വരുന്ന എല്ലാ അപ്ഡേഷനുകളും യഥാസമയം ഫോളോ ചെയ്ത് മനസ്സിലാക്കിയാലേ ബുദ്ധിമുട്ടില്ലാതെ പോഷൻ ട്രാക്കർ ചെയ്യാനും തടസ്സം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയാണ്. പോഷക ഭാഷ എന്ന വാട്സപ്പ് ചാനൽ നമ്മളിതിലൂടെ ഒരു ലിങ്കും കൂടെ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിവേഗം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെടുത്ത ശേഷം ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക.